ഗലാത്യലേഖനം 3-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യൗവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. അപ്പോൾ യേശു ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒരു വ്യക്തിയല്ലേ? ഈ വ്യക്തി എങ്ങനെയാണ് ധരിക്കാൻ പറ്റുന്നത്? ധരിക്കുമെന്നാണല്ലോ ഇവിടെ വായിച്ചത്. നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞതിന് ശേഷം പുതിയ മനുഷ്യനെ ധരിക്കുകയാണ്. അതെങ്ങനെ സാധിക്കും? മലാക്കി പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നീതി സൂര്യൻ നമ്മുടെ കർത്താവിനെ കാണിക്കുന്നതാണ്. ഒരു വ്യക്തി പകലിൽ ഒരു മുറിക്കകത്ത് കയറി വാതിലും ജനലും വെളിച്ചം കയറുന്ന എല്ലാ ഭാഗവും അടച്ച് റൂമിനകത്തിരുന്നാൽ ഈ വെളിച്ചം അവർക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആ വെളിച്ചം അറിയണമെങ്കിൽ ആ ഇരുട്ടുള്ള മുറിയിൽ നിന്ന് പുറത്ത് ഇറങ്ങി വരണം. അതായത് ഇരുട്ടിനെ കാണിക്കുന്നത് അന്ധകാര ശക്തികളെയാണ്. അതിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നാൽ വെളിച്ചം കിട്ടും. അങ്ങനെ എങ്കിൽ യേശു ക്രിസ്തു നീതി സൂര്യനാണ്. നമുക്കറിയാം, യേശു ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ അതായത് ധരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ തേജസ് വെളിച്ചമാണ് നമ്മൾ ധരിക്കുന്നത്. അത് വ്യക്തമായി നാം മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ വെളിച്ചമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവും പറഞ്ഞു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. ഇതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് എന്നുള്ള കാര്യം നാം ഓർക്കുക. അത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നും പുറമെ യേശു ക്രിസ്തു ഉണ്ടെന്നും എങ്ങനെ അറിയാൻ കഴിയും? ഉള്ളിൽ പരിശുദ്ധാത്മാവും പുറമെ വെളിച്ചം തരുന്ന യേശു ക്രിസ്തു ഉണ്ടെന്ന് അതൊന്ന് അറിയണ്ടേ? അതിന് പുറത്ത് യേശുവിനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ലോകത്തിന് വെളിച്ചമായിരിക്കും. യേശു ക്രിസ്തു ലോകത്തിൽ എങ്ങനെ ആയിരുന്നുവോ അങ്ങനെ ആയിരിക്കും. രോഗികളോട്, ദരിദ്രരോട്, പാപികളോട്, പാപത്തോട്, ധനവാന്മാരോട്, അനാഥരോട്, ശിശുക്കളോട്, ഇങ്ങനെയുള്ളവരോട് യേശുവിൻ്റെ സമീപനം എങ്ങനെയായിരുന്നുവോ അങ്ങനെ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവർ ആയിത്തീരണം. അകത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ ദേഹിയിൽ കൂടി ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തുടങ്ങും. ഇങ്ങനെ ഒരു പുതിയ വ്യക്തിയായി തീരും എന്ന് നാം ഉറച്ച് വിശ്വസിക്കുക. അടുത്തത് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം. മത്തായി സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിന് സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം ഏൽപ്പിക്കും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാൻ ആകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം ഏൽപ്പിക്കും. ഒന്നുകൂടി ഞാൻ ആ ഭാഗം വായിക്കുകയാണ് മനസ്സിലാക്കാൻ. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിന് സ്നാനം ഏൽപ്പിക്കുന്നു എന്നേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്തും. ചിലർ ധരിച്ചിരിക്കുന്ന ഈ തീയാലുള്ള സ്നാനം അവസാനം ചുട്ടുകരിച്ച് കളയുന്ന നരകത്തെക്കുറിച്ചുള്ള ചിന്തയാണ് പലപ്പോഴും പറഞ്ഞും പ്രസംഗിച്ചും ഞാൻ കേട്ടിട്ടുള്ളത്. അത് തെറ്റാണ്. യോഹന്നാൻ പറഞ്ഞ ആ വാക്യം വളരെ പ്രധാനമായി ആ വാക്യത്തെ നമ്മൾ കാണേണ്ടതാണ്. ഞാനോ നിങ്ങൾ വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ, അങ്ങനെ വെള്ളത്തിൽ സ്നാനമേറ്റ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്തും. നമുക്ക് ആ തീയയിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം എങ്ങനെയാണ് എന്ന്
പരിശോധിക്കാം. പരിശുദ്ധാത്മാവ് വെറും ആത്മാവല്ല, ആളത്വമുള്ളവനാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21 വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ യേശുവിൻ്റെ മേൽ വന്നു എന്നാണ്. അതായത് ദൈവത്തിന് മാത്രമേ സമ്പൂർണമായ ആളത്വമുള്ളൂ. ബുദ്ധി, ശക്തി, വികാരം, ഇച്ഛാശക്തി, ആത്മബോധം, സ്വയം നിർണയം എന്നിവ ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ആളത്വമുണ്ട്. മാനുഷിക തലത്തിൽ ആളത്വം വ്യക്തിത്വം ഉൾക്കൊള്ളുന്നു. തൃത്വത്തോടുള്ള ബന്ധത്തിൽ ആളത്വം വ്യക്തിത്വം ഉൾക്കൊള്ളുന്നില്ല. മനസ്സിലായോ? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന നാമത്തിൽ പരിശുദ്ധാത്മാവിന് ഈ മൂന്നാളത്വം പരിശുദ്ധാത്മാവിന് ഇല്ലെന്നാണ് ഈ പറഞ്ഞത്. അത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. മാനുഷിക തലത്തിൽ ആളത്വം ഉണ്ട്, വ്യക്തിത്വം ഉൾക്കൊള്ളുന്നു. തത്വത്തോടുള്ള ബന്ധത്തിലോ ആളത്വം വ്യക്തിത്വം ഉൾക്കൊള്ളുന്നില്ല. ആളത്വം പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് ചിലർ പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവിന് ആളത്വം ഉണ്ട്, അതില്ല എന്ന് പറയുന്നത് അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ശ്വാസം, കാറ്റ്, ശക്തി, അഗ്നി, എണ്ണ, വെള്ളം എന്നുള്ള പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളത്വമില്ലെന്ന് പറയുന്നത്. എന്നാൽ ആളത്വത്തിൻ്റെ തെളിവുകൾ, ഒന്ന്, കാര്യസ്ഥനാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാമത്തെ വാക്യം, സാക്ഷ്യം പറയുന്നു, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം, സകല സത്യത്തിലും വഴി നടത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവ് ദൈവശക്തി മാത്രമല്ല, ദൈവശക്തിയോടുകൂടിയ ആളത്വമാണ്. ബുദ്ധിയുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 10-15 വാക്യത്തിൽ. സ്നേഹം, റോമാലേഖനം 15-30. ഇച്ഛാശക്തി, 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം. നന്മ, ദുഃഖം, ഇതെല്ലാം ഈ പരിശുദ്ധാത്മാവിന് ഉണ്ട്. അത് നാം വളരെ മനസ്സിലാക്കേണ്ടതാണ്. ആളത്വത്തിൻ്റെ പ്രവൃത്തികൾ ആത്മാവ് ചെയ്യുന്നു. ആരാഞ്ഞ് ഗ്രഹിക്കുന്നു, 1 കൊരിന്ത്യർ ലേഖനം 2-10. സംസാരിക്കുന്നു, വെളിപ്പാട് 2-7. വിളിക്കുന്നു, ഗലാത്യർ 4-6. സാക്ഷ്യം പറയുന്നു, യോഹന്നാൻ 15-26. മധ്യസ്ഥത ചെയ്യുന്നു, റോമാലേഖനം 8-26. ഉപദേശിക്കുന്നു, യോഹന്നാൻ 14-26. നടത്തുന്നു, റോമാലേഖനം 8-14. വിളിക്കുന്നു, അപ്പോസ്തല പ്രവൃത്തി. അപ്പോൾ പരിശുദ്ധാത്മാവിന് ഒരാളത്വമുണ്ട്. അത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 63-10 പരിശുദ്ധാത്മാവിനോട് മത്സരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 5-3 കള്ളം പറയുന്നു പരിശുദ്ധാത്മാവിനോട്. മത്തായി സുവിശേഷം 12-31-32 നാം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ദൂഷണം പറയുന്നു. പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടാൽ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം യേശുവിൻ്റെ സാക്ഷി ആകും.